अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अस्सलातु वस्सलामु अलैका या सय्यिदी या रसूलल्लाह। खुज़ बिअयदीना क़ल्लत हीलतुना अदरिकना या रसूलल्लाह। वजल्ल मिक़दारु मा वल्लीत मिन रुतबिन वअज़्ज़ इदराकु मा उलीत मिन निअमी मौलाय सल्लि वसल्लिम दाइमन अबदा अला हबीबिक ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ ബുർദ ആശയം വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, അൽഹംദുലില്ലാ ഖസീദത്തുൽ ബുർദയുടെ 116-ാമത്തെ ക്ലാസ്സാണ്. 115-ാമത്തെ വരിയുടെ രണ്ടാം ഭാഗമാണ്. നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നിസ്കാരത്തെക്കുറിച്ച് ഒരു വോയിസ് നിങ്ങൾക്ക് അയച്ചു തരാമെന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധമായ ഇസ്രാ മിറാജിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ ഞാനൊരു പ്രത്യേകമായ ഒരു വരി ഇന്ന് ചർച്ചക്കെടുക്കുന്നില്ല. കഴിഞ്ഞ വരിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ധാരാളം നിയമത്തുകൾ ഇസ്രാ മിറാജിൽ നൽകി എന്ന് പറഞ്ഞപ്പോൾ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ സമുദായമാകുന്ന നമുക്കും അല്ലാഹു തആല നൽകിയ വലിയ ഒരു സമ്മാനം 5 വക്ത് നിസ്കാരം, 50 വക്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന 5 വക്ത് നിസ്കാരം. ആ നിസ്കാരം നമ്മൾ ഗൗനിക്കണം. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വോയിസിൽ പ്രധാനമായും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നത്. ഇന്ന് നമ്മുടെ സമുദായത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ ദുരന്തം ആരാവട്ടെ, മുസ്ലിമീങ്ങൾക്ക് ഈ രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണം ഇന്ന് ഇസ്ലാമിന്റെ പേര് പറയുന്ന ആളുകൾ 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നില്ല എന്നത് തന്നെയാണ്. ധാരാളം അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ യാത്ര പോകുമ്പോൾ അധികം ആളുകളും നിസ്കാരം ഖളാ ആക്കുന്നു. ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ നിസ്കാരം ഖളാ ആക്കുന്നു. അതുപോലെ ഷോപ്പുകളിൽ നിൽക്കുന്ന പലരും യൂണിഫോം മാറാൻ വിഷമമുള്ളത് കൊണ്ട് നിസ്കാരം ലോറ് അസറ് ഖളാ ആക്കുന്നു. അതുപോലെ മണ്ണിൽ പണിയെടുക്കുന്ന ആളുകൾ അതിന്റെ പേരിൽ നിസ്കാരം ഖളാ ആക്കുന്നു. പല പരീക്ഷകൾക്കും ട്യൂഷനുകൾക്കും പോകുമ്പോൾ നിസ്കാരം ഖളാ ആക്കുന്ന കുട്ടികൾ. ഈ ശൈലിയാണ് നമ്മുടെ സമുദായത്തിൽ നിന്നുള്ളത്. എന്ന് തുടങ്ങി നമ്മുടെ സമുദായത്തിന്റെ വളർന്നു വരുന്ന തലമുറകൾ വിവിധ മേഖലകൾ പരിശോധിക്കുമ്പോൾ അതിന്റെ സമയങ്ങളിൽ നിസ്കരിക്കുന്നതിൽ നിന്ന് നല്ലൊരു ശതമാനം ആളുകൾ പിറകോട്ടാണ്. എന്നാൽ ഈ നിസ്കാരത്തിന്റെ വിഷയം അത് അത്യാവശ്യം ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു, ബൈനൽ കുഫ്രി വൽ ഈമാനി തർക്കുസ് സ്വലാ. ഒരു മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം, അവൻ മുഅ്മിനാണോ അവൻ കാഫിറാണോ എന്ന് തീരുമാനിക്കുന്നത് അയാൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. അയാൾ മുഅ്മിനാണ്, അയാൾ മുസ്ലിമാണ്. അപ്പോൾ നിസ്കരിക്കാത്തവൻ അവനെക്കുറിച്ച് മുസ്ലിം ആണെന്ന് വരെ പറയാൻ പാടില്ല.
പണ്ഡിതന്മാര് അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നിസ്കരിക്കാത്ത മനുഷ്യൻ അവനിക്ക് സ്വന്തം മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വരെ അധികാരം ഇല്ല, അതിന്റെ ഉത്തരവാദിത്വം ഖാദിക്കാണ് എന്ന് വരെ ഷാഫി മദ്ഹബിൽ പല കിതാബുകളിലും പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അതിലേക്കൊന്നും കൂടുതലായി ഞാൻ കടക്കുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒറ്റ ഒരു ഹദീസ് ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വോയിസ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ അവിടുത്തെ കിതാബു സവാജിർ എന്ന് പറയുന്ന ഒരു കിതാബിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, മൻ ഹഫള അല സ്വലവാതി അക്രമഹുല്ലാഹു ഖംസ ഖിസാലിൻ, ആരെങ്കിലും 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നുവെങ്കിൽ 5 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ബഹുമാനിക്കും. 1, യർഫഉ അൻഹു ലീകൽ ഈശ്, ജീവിതത്തിലെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അള്ളാഹു അവന് നീക്കം ചെയ്യും. കൃത്യമായി നിസ്കരിക്കുന്നവനിക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. 2, വഅസാബുൽ ഖബരി, ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷിക്കും. 3, വയൂതീഹി കിതാബഹു ബിയമീനിഹി, അവന്റെ വലം കയ്യിൽ കിതാബിനെ നൽകപ്പെടും. 4, വയമുറു അല സിറാത്തി കൽ ബർഖി, മിന്നൽ വേഗത്തിൽ സിറാത്ത് പാലം അവൻ കടന്നു കളയും. 5, വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, ഒരു വിചാരണയും ഇല്ലാതെ, ഒരു ചോദ്യവും ഇല്ലാതെ, ഒരു കണക്കും ഓതിപ്പിക്കലും ഇല്ലാതെ അവൻ സ്വർഗത്തിലേക്ക് കടക്കും. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവര്. ഇനി നിസ്കാരത്തെ ഒരാള് നിസ്സാരപ്പെടുത്തിയാൽ അത് അത്ര മതി, നിസ്കരിച്ചാൽ അസർക്കരിക്കൂല, അസർക്കരിച്ചാൽ മരിസ്കരിക്കൂല, ഇങ്ങനെ അതിനെ ഒരു ഗൗനിക്കാതെ ഇങ്ങനെയുള്ള ഒരു നിസ്കാരം നിസ്സാരപ്പെടുത്തിയാൽ മുത്തുനബി തങ്ങൾ പറയുന്നു, ആഖബഹുല്ലാഹു ബിഖംസഅശറ ഇഖാബൻ, 15 വിധം ശിക്ഷകളെ കൊണ്ട് അള്ളാഹു അവനെ ശിക്ഷിക്കും. അതിൽ സിത്തത്തും ഫിദ്ദുന്യ, 6 ദുനിയാവിൽ നിന്ന് തന്നെയാണ്. 6 ശിക്ഷ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു അവനക്ക് നൽകും. വസലാസത്തും ഇൻദൽ മൗതി, മരിക്കുമ്പോൾ 3 അള്ളാഹു അവനക്ക് നൽകും. വസലാസത്തും ഫീ ഖബരി, 3 ഖബറിൽ വെച്ച് അള്ളാഹു നൽകും. വസലാസത്തും മിൻ ഖുറൂജി മിനൽ ഖബരി, 3 ഖബറിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം മഹ്ശറയിലെത്തിയിട്ട് അള്ളാഹു തആല അവനക്ക് നൽകും. ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ 15 ശിക്ഷകളെ കൊണ്ട് അള്ളാഹു തആല അവനെ പരീക്ഷിക്കും. അപ്പോൾ ദുനിയാവിൽ നിന്ന് അനുഭവിക്കുന്ന 6 ഏതെല്ലാമാണത്? 1, അവന്റെ ആയുസ്സിൽ നിന്ന് അള്ളാഹു ബർക്കത്തിനെ ഊരപ്പെടും. 2, അവന്റെ സമയങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടാകും. എന്തിന് ഇത്ര കാലം നീ ജീവിച്ചു എന്നതെന്ന് ചോദിച്ചാൽ അത് വട്ടപൂജ്യമായിരിക്കും. ഒന്നും അവൻ ചെയ്തിട്ടുണ്ടാകൂല. അവന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് എന്നത് ഇല്ലായ്മ ചെയ്യും. 2, സജ്ജനങ്ങളുടെ അടയാളം അവന്റെ മുഖത്ത് നിന്ന് അള്ളാഹു മായ്ക്കപ്പെടും. അവന്റെ മുഖത്ത് നോക്കിയാൽ ഈമാനിന്റെ ഒരു അടയാളം ഉണ്ടാവൂല. 3, അവൻ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു തആല അവനിക്ക് പ്രതിഫലം കൊടുക്കൂല. അവൻ എന്ത് പ്രവർത്തിച്ചാലും, എന്ത് നന്മ ചെയ്താലും, പള്ളിക്ക് കൊടുത്താലും, മദ്രസക്ക് കൊടുത്താലും, ദീനീ സ്ഥാപനത്തിന് കൊടുത്താലും, എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹു അതിനൊന്നിനും അവനിക്ക് പ്രതിഫലം നൽകൂല. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. 4, അവന്റെ പ്രവർത്തനം ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടൂല. 5, സജ്ജനങ്ങളായ ആളുകൾ ദുആ ചെയ്യുമ്പോൾ ഇവനിക്കും ഒരു പങ്കാളിത്തം ഉണ്ടാവൂല. അവര് ഇവനിക്ക് വേണ്ടി ദുആ ചെയ്താലും ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. 6, അവന്റെ ദുന്യവിയും ഉഖ്റവിയുമായ അല്ലാഹു തആല നൽകുന്ന ഓരോ കാര്യത്തിൽ നിന്നും അല്ലാഹു അവനിക്ക് ബർക്കത്ത് ഉയർത്തപ്പെടും. നോക്കൂ നിങ്ങൾ, നമ്മൾ ദുആ ചെയ്യുവാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദുമാരുടെ ദുആ ചെയ്യാൻ വേണ്ടി പറയും. കൃത്യമായി നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും, ആര് ദുആ ചെയ്താലും അല്ലാഹു അത് സ്വീകരിക്കൂല. അപ്പോൾ നിങ്ങൾ ഉസ്താദുമാരെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. നമ്മുടെ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല ഉസ്താദെ, ഒരുപാട് വിഷമങ്ങളാണ്, ഒരുപാട് ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിന്നിട്ട് നിങ്ങൾ പ്രയാസത്തിൽ ഇങ്ങനെ പോവുക എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഉസ്താദുമാരുടെ തകരാറല്ല,
നമ്മുടെ തകരാറാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഉസ്താദ്മാരെ കുറ്റം പറഞ്ഞു, അവർ ദുആ ചെയ്തിട്ടുണ്ടാകും. ഇനി മരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന 3 ഏതാണ്? 1, വളരെ നിന്ദ്യനായി നിസ്സാരനായി അവൻ മരിക്കുന്ന സമയത്ത് കേട്ടോ. 2, മരിക്കുന്ന സമയത്ത് വല്ലാത്ത വിശപ്പ് അനുഭവപ്പെടും. 3, മരിക്കുന്ന സമയത്ത് വല്ലാതെ ദാഹം അവനിക്കുണ്ടാകും. എത്രത്തോളം ദാഹമുണ്ടാകും? സമുദ്രത്തിലുള്ള വെള്ളം മുഴുവനും കുടിച്ചാലും അവനിക്ക് ദാഹം അകറ്റാൻ സാധിക്കൂല, അവന്റെ ദാഹം മാറൂല കേട്ടോ. ഈ 3 അവനിക്ക് ലഭിക്കും. ഇനി ഖബറിൽ വെച്ചുള്ള 3, ഖബറിൽ വെച്ച് കിട്ടുന്ന 3. 1, ഖബർ അവനെ വല്ലാതെ ഇടുക്കിക്കളയും. തന്റെ വാരിയല്ലുകൾ കോർക്കും വിധം അവനെ ഇടുക്കിക്കളയും ഖബർ. 1. 2, ഖബറിൽ തീയാൽ നിറക്കപ്പെടും, ഖബറിൽ തീ കത്തിക്കപ്പെടും. 3, ശുജാഉൽ അക്ർ എന്ന് പറയുന്ന പാമ്പ് അവനെ കൊത്തിക്കൊണ്ടിരിക്കും. ആ പാമ്പ് ഓരോ കൊത്തുമ്പോഴും പറയും, സുബ്ഹി മുതൽ ളുഹർ വരെ ഇതിങ്ങനെ തുടരും. സുബ്ഹി ഖളാ ആക്കിയത് കൊണ്ടാണ് ഈ ശിക്ഷ നിനക്ക്. സുബൈക്ക് തുടങ്ങിയാൽ അത് ളുഹർ വരെ ആ പാമ്പിങ്ങനെ ശുജാഉൽ അക്ർ എന്ന് പറയുന്ന പാമ്പ് അവന്റെ ശരീരത്തിൽ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. ഓരോ സമയത്തും ഓരോ നിസ്കാരം ഖളാ ആക്കിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇയാളെ ആ പാമ്പ് ഇങ്ങനെ മർദ്ദിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഇത് തുടർന്നു കൊണ്ടിരിക്കും കേട്ടോ. നിസ്കാരം വെച്ചാലുള്ള കുറ്റാന്നത്. പിന്നെ ഖബറിൽ നിന്ന് പുറപ്പെട്ട് മഹ്ശറിലെത്തിയിട്ടുള്ള ശിക്ഷ എന്താണ്? 3. അതേതാണ്? 1, ശക്തമായ വിചാരണ. അവന്റെ ഓരോ കാര്യങ്ങളും അള്ളാഹു പെറുക്കിയെടുത്ത് ഒന്നും വിടാതെ എല്ലാ കാര്യങ്ങളും അരിച്ചു പെറുക്കി അവനെ വിചാരണ ചെയ്യും. 2, അള്ളാഹുവിന്റെ കോപം അവനിക്കുണ്ടാകും. 3, നരകത്തിൽ കടക്കേണ്ടി വരികയും ചെയ്യും. നിസ്കാരം ഖളാ ആക്കിയാൽ ദുനിയവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എൻ്റെ വോയിസ് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, നമ്മുടെ നിസ്കാരം ഖളാ ആക്കിയാൽ ഉണ്ടാകുന്ന ഓരോ ശിക്ഷകളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വിശദീകരിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിസ്കാരം ഖളാ ആക്കാതെ ഇനിയുള്ള ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് എൻ്റെ വോയിസ് കേൾക്കുന്ന ഓരോ മുഅ്മിനീങ്ങളോടും വളരെ വിനയത്തോടെ ഉണർത്തുകയാണ്. അല്ലാഹു തആല ഈ ഖസീദത്തുൽ ബുർദയുടെ ഈ ഖിദ്മത്ത് ഒരു സാലിഹായ അമലായി സ്വീകരിച്ച് അള്ളാഹു നമ്മളെ മുത്തഖീങ്ങളിൽ കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്നവരിൽ അതിനെ ഖളാ ആക്കാത്തവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ഹളറത്തിൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്